Hello guys, this will be my first ever എന്താ പറയുക ലോങ് വീഡിയോ. നമ്മളിപ്പോൾ ഓക്സ്ഫോർഡ് പോവാണ്. അപ്പോൾ ഒരു ഐറ്റിനറിയോ ഇല്ലാതെയാണ് നമ്മൾ ഓക്സ്ഫോർഡിൽ വന്ന് ഫസ്റ്റ് തന്നെ ഒരു സംഭവം കണ്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇത് പറഞ്ഞു വരുന്നത് വെച്ചാൽ പണ്ട് കാലത്ത് കോവൻട്രിന്ന് കോള് ട്രാൻസ്പോർട്ട് ചെയ്യുമായിരുന്നു ഷിപ്പിൽ. അപ്പോൾ അത് ഈ കനാലിൽ കൂടിയായിരുന്നു. ആൻഡ് ഇപ്പോൾ കുറേ പഴയ ഷിപ്സ് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ മെയിൻലി ആൾക്കാർ വരുന്നത് റെസ്റ്റ് ചെയ്യാനും സൈക്ലിംഗ് ചെയ്യാനും ഒക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ കുറേ പേര് ഈ വഴി, ഒരു ഇടവഴി പോലെ കുഞ്ഞു വഴിയാ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്ന കണ്ടു. അപ്പോൾ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ട്. പിന്നെ നമുക്ക് വേറെ പ്ലാൻസും ഇല്ല, എവിടെ പോകണം ഒന്നും അറിയാത്തത് കൊണ്ട് എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടി നടക്കുകയാണ്. ദെൻ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് വൺ ഓഫ് ദ ഏറ്റവും പഴയ കോളേജുകളിലൊന്നാണ്. ദ ബാലിയർ കോളേജ്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് എന്നാണ് പേര്. ഞാൻ വിചാരിക്കുന്നു ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന്. ആൻഡ് ഇത് ഉണ്ടാക്കിയ വർഷം 1263 സോ അത്രയും പഴയ ഒരു കോളേജാണ്. ആൻഡ് ഇത് വിസിറ്റേഴ്സിന് ഓപ്പണാണ്. 3 പൗണ്ടാണ് സ്റ്റുഡൻസിന് ഇവിടെ വരാനുള്ള ചാർജസ്. ഞാൻ ഭാഗ്യത്തിനുള്ള സ്റ്റുഡൻറ്റ് ഐ ഡി എല്ലാം കൈപ്പിടിച്ച് വന്നുകൊണ്ട് കയറി. നെക്സ്റ്റ് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് യൂണിവേഴ്സിറ്റി ചർച്ച്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ടവറിന് മുകളിൽ കയറിയാൽ ഫുൾ ഓക്സ്ഫോർഡിൻ്റെ വ്യൂ ഉണ്ട്. പക്ഷെ നമ്മൾ ടവറിന് മുകളിൽ കയറാമെന്ന് വിചാരിച്ച് വന്നു. അത് പറഞ്ഞാൽ ഒരു 30 minutes വെയിറ്റ് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്ത് അങ്ങനെ പോകണം. അപ്പം നമ്മൾ ഓൾറെഡി ലേറ്റായി. പിന്നെ അത്രയും സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ വ്യൂ കാണാൻ നിൽക്കുന്നില്ല. ബട്ട് ഞാനൊരു പോസ്റ്റ് കാർഡ് മേടിച്ചു. ഐ ഷോ യു ദാറ്റ്. ഈ സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കവേർഡ് മാർക്കറ്റിൽ വന്നതാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തെ ഫുഡും അവൈലബിളാണ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി എവിടെ പോയിട്ട് എന്ത് മേടിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഷോപ്പിൽ നിന്ന് കഴിക്കാം. പിന്നെ നമ്മൾ ഈ കവേർഡ് മാർക്കറ്റിൽ ഫസ്റ്റ് ലഞ്ച് കഴിക്കാൻ വന്ന സ്പോട്ട് ഇസ് ഡോൺബൂരി ഇൻ. എങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല. ദിസ് ഇസ് സം സോർട്ട് ഓഫ് ചൈനീസ് ഓർ ജാപ്പനീസ് സംഭവം. അതിൽ നമ്മൾ ജാപ്പനീസ് ഡോൺബൂരി, അപ്പോൾ ജാപ്പനീസ് അപ്പോൾ അതിന്ന് റോസ്റ്റ് ഡക്ക് ഡോൺ മേടിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തത്. നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷേ ഇപ്പം നമ്മൾ ദ ഫേമസ് ബെൻസ് കുക്കീസിൽ ഒരു കുക്കി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരി നിന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് ദ എന്തായിരുന്നു ഫ്രൂട്ട് നട്ട് മിൽക്ക് ചോക്ലേറ്റ് കുക്കീസ്. How's it? അടിപൊളി.
അടിപൊളി, പക്ഷെ ചെറുതായിട്ട് നാമ പൊളിപ്പോയി. സൂപ്പറാ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇവിടെ റിവർ ക്രൂസിങ്ങിന് വന്നതാണ്. ഇറ്റ്സ് ലൈക്ക് സോ ഗുഡ്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പോഴേ ഇഷ്ടപ്പെട്ടു എന്ന്. ഇത് ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുവന്നത്. ഇന്ന് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു കാര്യം ഇതിന് പൈസ കൊടുത്തിട്ടുണ്ട്. 15 pounds per person ആണ്. പക്ഷെ എന്നാലും ഇറ്റ് ഇസ് വർത്ത് ഇറ്റ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കയറിയത് ഏറ്റവും അവസാനത്തെ ഇന്നത്തെ ദിവസം 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ക്രൂസിങ് ഇല്ല. ബട്ട് ഇത് ലാസ്റ്റ് വൺ ആയതുകൊണ്ട് അധികം ആൾക്കാരില്ല. ആകെ 3 പാസഞ്ചേഴ്സ് ആൻഡ് ഭയങ്കര പീസ്ഫുൾ. So yeah, nothing much to say. The wind's nice, water is calm. I think this is the perfect way to wrap up the day. That's it for today's vlog. See you soon. Bye.